എനിക്ക് അയാൾ പറഞ്ഞാലൊന്നും വലിയ വിശ്വാസം വരുന്നില്ല. ഔട്ട്യം പോലും. ചേട്ടന്റെ സമയത്തേക്ക് അയാളെ കവടിക്കാത്താണ്. ആദ്യം അയാളെ സമയം നോക്കട്ടെ. ഹലോ ഹലോ, ഒന്ന് എഴുന്നേറ്റെ, ഒന്ന് എഴുന്നേറ്റെ. പോയെ, ഇതെന്തോ സത്രമാണോ? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. മുണ്ടക്കയത്ത് നിന്ന് വരുവാ ഞാന്. ഇവിടെ എത്തിയപ്പോ നെടുമങ്ങാട്ടേക്കുള്ള ലാസ്റ്റ് ബസ്സും പോയി. തണുപ്പ് കാരണം കുറെ ശ്വാസമയും. ഒരു രാത്രി തണുപ്പില്ലാതെ ഒന്ന് കഴിയാനുള്ള അവസരം അകത്തെങ്ങാനും ഉണ്ടാക്കി തരണം. അതൊന്നും പറ്റില്ല. വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ പോയി കിടക്ക്. അങ്ങനെ പറയല്ലേ കുഞ്ഞുങ്ങളെ. എനിക്കിവിടെ എണീക്കാൻ വയ്യാത്തതുകൊണ്ടാ. ഞാനും ഒരു കുടുംബത്തിൽ പറഞ്ഞവനാ. അല്ല അമ്മാവൻ രാവിലെ എഴുന്നേറ്റ് പോയിക്കൊള്ളാമേ. ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? അവസാനം വണ്ടിക്കൂലിക്കുള്ള കാശ് കൂടി കൊടുത്തയക്കേണ്ടി വരും. ഞാൻ പിച്ചക്കാരനൊന്നും അല്ല കുഞ്ഞുങ്ങളെ. എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. നോക്കിയാട്ടെ, വിശ്വാസം ഇല്ലെങ്കിൽ. അമ്മാവൻ കാശ് ഭദ്രയോടെ പിടിച്ചു വെച്ചു. ചേട്ടൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഓട്ട് ഗണേശ, ഒരു പ്രായമായ മനുഷ്യനല്ലേ. ഇപ്പോഴത്തെ കാലം അതാണെന്ന്. ഇയാൾ വല്ല കള്ളനോ കൊള്ളക്കാരനോ സിക്ക് ബീഗനോ ആരാണെന്നൊക്കെ ആർക്കറിയാം? ഇയാളതൊന്നും അല്ലെന്ന്. ആള് പാവം അറിയാം. പിന്നെ ഒരു സമാധാനം ഉള്ളത്, സദാനന്ദ മുതലാളി നാളെ ഉച്ച കഴിഞ്ഞേ വരും. നമുക്ക് അതിനു മുമ്പ് ഇയാൾ ഇറക്കി വിടാം. ഞാൻ ഇപ്പൊ സ്റ്റുഡിയോ റൂമിൽ പോയി കിടക്കാം. ഈ കിളവൻ വല്ലതും അടിച്ചോണ്ട് പോയാലോ? അലൈറ്റ് കാണിച്ചാലേ. പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ യാത്ര പറയാനും മംഗളം പറയാനും നിൽക്കണ്ട. സ്ഥലം വിട്ടോളണം. ആഹാ, ഇതുവരെ പോയില്ലേ? മണി 8 എന്തോ നമ്മ ഒന്ന് എഴുന്നേറ്റെ. ചേട്ടാ ചേട്ടാ, ആ കിളവൻ ക്ലോസ് ആയി. ക്ലോസ് ആയെന്നോ? വെടിയായിന്ന് ഇരുന്നിരിപ്പി ചത്തിരിക്കുന്നു. നേരെ നമ്മൾ സ്റ്റുഡിയോയിൽ ആൾക്കാരും. നമ്മളിപ്പോ എന്ത് ചെയ്യും? ആള് മരിച്ചിരിക്കുക. കുഴഞ്ഞല്ലോ ഗണേശ. ഇയാൾ ആരാണെന്നോ ഏതാണെന്നോ നമുക്ക് അറിഞ്ഞൂടാ. എങ്ങാനും വല്ല പോലീസോ കേസോ മറ്റോ വന്നാൽ നമ്മൾ രണ്ടുപേരും കൊടുക്കും. ചേട്ടാ, വന്നത് വന്നു. പോലീസല്ല, ഒരു ഈച്ച പോലും അറിയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ചാക്കിനകത്തേറ്റി രാത്രി വാസുവിന്റെ കാർ വിളിച്ച് കടപ്പുറത്തുണ്ടേ തട്ടാം. ചേട്ടാ, ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നു തുടങ്ങി. ചാക്കിന്നൂര് നമ്മളിപ്പോ എന്തോ ചെയ്യും? ഉച്ചയ്ക്ക് 12 ഞാൻ വാസു വരും. അതുവരെ ഇവനെ എവിടെ കൊണ്ട് ഇരുത്തും? ജോത്സ്യർ അപ്പോഴാ പറഞ്ഞത് ആവശ്യമില്ലാത്ത ഇടപെടരുന്ന്. നമുക്ക് സ്റ്റുഡിയോ റൂമിൽ കൊണ്ടിരുത്താം. സ്റ്റുഡിയോക്കകത്തോ? ഈ ഡെഡ് ബോഡിയെ? ഡെഡ് ബോഡി ആയിട്ടല്ല, പിന്നെ നമുക്ക് ഇരുത്താം. വാ ഒന്ന് പിടി. ഒന്ന് വെയിറ്റ് ചെയ്യണേ. സ്റ്റുഡിയോ ഇപ്പൊ തുറന്നേ ഉള്ളൂ. ഇതെന്തോ ഏർപ്പാടാ? നേരെ എത്രയായി? വേറെ എങ്ങും സ്റ്റുഡിയോ ഇല്ലാത്തതുപോലെ. ചേട്ടാ, റെഡിയായോ? ഒരു പാസ്പോർട്ട് കേസ് വന്നിരിക്കുന്നു. അയക്കട്ടോ? സമയം എന്തായി? അമ്മാനോട് ചോദിച്ചേ സമയം എന്തായി. അമ്മാവന് ചെവിയും കേൾക്കില്ല, വർത്താനം പറഞ്ഞാൽ തിരികെയില്ല. രാവിലെ വന്ന് കയറിയതാ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. നോക്കെടുക്കാം. പാസ്പോർട്ടല്ലേ?
സ്മൈൽ പ്ലീസ്. എങ്ങനെയുണ്ട്? ഓ, എങ്ങനെങ്കിലും ഒന്ന് 12 മണിയായാൽ മതി. രക്ഷോട്ട് വാസു വരാൻ നേരിട്ടുണ്ട്, കൊണ്ടുവന്നു. ഏത് നേരത്താ എന്റെ പണ്ടറ കിളവാ എനിക്ക് ഇടക്കാരി വരാൻ തോന്നിയത്. ഇരിപ്പാ കണ്ടില്ലേ ഫോട്ടോ സ്റ്റൈലായി. പറ്റുമെന്ന് രാവിലെ വന്നേക്കാം. മനുഷ്യർക്ക് വേറെയും പണി. മുടിഞ്ഞതല്ലേ, ഫോട്ടോ എടുത്ത് കൊടുത്തേ, ഞാൻ പോയി പറഞ്ഞയക്കാം. ചേട്ടാ സേട്ട് വിളിക്കും. ക്യാബിനറ്റ് ഫുള്ളോ? എന്റെ ഭർത്താവ് ജബൽപൂരിലാ, അങ്ങോട്ട് അയച്ചു കൊടുക്കാനാ. ഭർത്താവിന് ഫുള്ളല്ലാതെ പിന്നെ അവിടെ മേക്കപ്പ് റൂം ഉണ്ട്, ടച്ചപ്പ് ചെയ്യാം. ഇതെന്തോന്ന് സ്റ്റുഡിയോ? പെണ്ണുങ്ങൾ മുണ്ടു മാറുന്നതും പൗഡർ ഇടുന്നത്, കിഴവന്മാരെ ഒളിച്ചിട്ട് നോക്കുന്നത് ഈ സ്റ്റുഡിയോയിൽ ആദ്യമായി കാണുന്നത്. അയ്യോ, അതൊരു സുഖമില്ലാത്ത ആളാ. അതെ അതെ, അയാളെ നോട്ടം കണ്ടാൽ അറിയാം അയാൾക്ക് എന്തിന്റെ അസുഖാന്ന്. അയ്യോ, ഇതേ മുതലാളി വരുന്നു. എന്താ അവിടെ? എന്താ പ്രശ്നം? എനിക്ക് നിങ്ങളുടെ ഫോട്ടോയും വേണ്ട, ഒരു ചുക്കും വേണ്ട. ഒരു നിമിഷം. അവനെന്താ ബഹളം ഉണ്ടായിക്കൊണ്ട് പോകുന്നത്? വയസ്സായ ഒരു അമ്മാവൻ രാവിലെ ഫോട്ടോ എടുക്കാൻ വന്നു. ആ, ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് സാറിന് എടുക്കണമെന്ന്. സാറിന്റെ ഒരു ആരാധനാണ്. അതിനിടയിൽ ആ സ്ത്രീയും ആ ആളും തമ്മിൽ സാറിന്റെ പേരും പറഞ്ഞ് വഴക്കായി. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നെ കൊണ്ട് തന്നെ ഫോട്ടോ എടുപ്പിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് അമ്മാവനോടെ മുതലാളി വന്നെന്ന് പറഞ്ഞ് കസേരക്ക് ഇറങ്ങി ഇരിപ്പായി. അയാളുടെ തന്നെ ആദ്യം എടുക്കണമെന്ന് പറഞ്ഞു. എന്നാ പിടി 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 പിടി. ആരാധകരുണ്ടായുള്ള കുഴപ്പമേ എന്തു ചെയ്യും? ഹലോ, നമസ്കാരം. ഞാൻ സ്വല്പം താമസിച്ചു പോയി. ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അമ്മാവനെ. അല്ല, അത്രയും ചിരിക്കണ്ട, അത്രയും ഗൗരവമൊന്നും വേണ്ട. പ്രസന്നായിട്ടൊന്ന് ചിരിച്ചേ. ഞാനൊന്ന് നോക്കട്ടെ. ഒരു ലൈറ്റൊക്കെ ഇട്ട്, നല്ല ജർമ്മൻ മേക്ക് ലൈറ്റൊക്കെ ഇട്ട് ഹലുവ പോലെ എടുത്തു തരാം. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. എഴുപത്തൊന്നിൽ തുടങ്ങിയ ഞാൻ ഈ സ്റ്റുഡിയോ അറിയാവോ? എടോ പണിക്കരെ, തനിക്കറിയാവല്ലോ എനിക്കൊരേ ഒരു മോളും ആവശ്യത്തിലേറെ ചുറ്റുപാടുമാ. അതെല്ലാം നോക്കിയും കണ്ടും നടത്താൻ പറ്റിയ ഒരു പയ്യനെയാ എനിക്ക് ആവശ്യം. പണമൊന്നും എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ടാ ഞാൻ കൃഷ്ണൻകുട്ടിയെ തന്നെ പറയുന്നത്. കൃഷ്ണൻകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് എനിക്കറിയാവുന്നത് കൊണ്ടോ ഞാൻ ഈ ബന്ധത്തിന്റെ ദല്ലാളായത് കൊണ്ടോ പറയുകയല്ല. ഇത്രയും തങ്കപ്പെട്ടൊരു പയ്യനെ ഇക്കാലത്ത് കിട്ടില്ല. വളരെ ലളിതമായിട്ട് തുടങ്ങിയ ഒരു സ്റ്റുഡിയോയാ. ഇപ്പോ അവന്റെ സ്ഥിതി എന്താണെന്നറിയാവോ? കൃഷ്ണൻകുട്ടിയില്ലേ ഇവിടെ? ഇല്ല. എവിടെ കാണും? മണി 10 ആയില്ലേ, പതിവ് പോലെ കോടതി കാണും. എടോ പണിക്കരെ, ഈ കോടതി കാണുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ബിസിനസ്സുകാരാവുമ്പോ എത്ര കേസാ? കൈ കാശുള്ളവനല്ലേ കേസുണ്ടാവൂ. സാഹചര്യ തെളിവുകൾ കൊണ്ടും ഡോക്ടറുടെ മൊഴി കൊണ്ടും ഇതൊരു സാധാരണ മരണമാണെന്നും മരണം ഹൃദയാഘാതം കൊണ്ട് തന്നെയാണെന്നും ഈ കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രതിയെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. അവൻ നന്നാകത്തില്ലടി. ഒരു കാര്യവുമില്ലാതെ വെറുതെ റോഡിൽ കിടന്ന ആ കിളവനെ ഇവനല്ലേ പിടിച്ച് സ്റ്റുഡിയോയ്ക്ക് അകത്ത് കയറ്റിയത്? അരോപകാരി ശ്രീബുദ്ധനല്ലേ? ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ?
കോട്ടയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള കട മുഴുവൻ കൃഷ്ണൻകുട്ടി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ പോലീസ് കേസും കോടതിയും ഒക്കെ ആയ പിന്നെ ആര് പെണ്ണു കൊടുക്കാനാ? ഞാൻ പോണു. അവന് പെണ്ണും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഇതാരാ ഇരിക്കണം? ഈ കേസ് കഴിഞ്ഞു അറിഞ്ഞു. അടുത്ത കേസുകൾ വകയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അടുത്ത കേസ് നമ്മൾ തമ്മിലാ. നമ്മൾ തമ്മിൽ എന്തോന്ന് കേസ്? ധാരണ ഉണ്ടെങ്കിലല്ലേ കേസുള്ളൂ. താനൊരു മനുഷ്യനാണോ? അതെ. ഞങ്ങൾക്കൊരു അപകടം വന്നപ്പോ താൻ ഞങ്ങളെ തള്ളി പറഞ്ഞില്ലേ? പോലീസ് ചോദിച്ചപ്പോ ഞങ്ങൾ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, ഇനിയും പറയും. 71 തുടങ്ങിയതാ ഞാൻ ഫ്ലാഷ് സ്റ്റുഡിയോ. അതിന്റെ അന്തസ്സിന് വേണ്ടിയിട്ട് ഞാൻ ആരെയും താൻ കൈയൊഴിഞ്ഞു. ഇനി സഹകരിക്കാൻ ഞാൻ തയ്യാറല്ല. സഹകരിപ്പിക്കാൻ ഞാനും തയ്യാറല്ല. എന്നെ കാശറോ? ഏത് കാശ്? ബിസിനസ്സിൽ പാർട്ണറാക്കാന്നും പറഞ്ഞ താനെന്റെ 15,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. ആര് വാങ്ങിച്ചു? എപ്പോ വാങ്ങിച്ചു? എവിടെ വെച്ച് വാങ്ങിച്ചു? രേഖയുണ്ടോ? ഒരു ഐസ്ക്രീം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. അടുത്ത ക്രിമിനൽ കേസ് ഉണ്ടാക്കാതെ പോടാ. ഞാനിത് കുറെ കണ്ടതാ. എന്റെ സ്റ്റുഡിയോ കയറി പണി പിടിച്ചു പോരാ. ഞാൻ ഇപ്പൊ കാശ് അങ്ങോട്ട് തരണോ? നിനക്ക് ഏതായാലും കോടതി കയറി ശീലമായി. നീ പോയി കേസ് കൊടുക്ക്. നമുക്ക് കോടതി വെച്ച് കാണാം. ഡെഡ് ബോഡി സ്റ്റുഡിയോ കയറി നീയാ. ആ കളവന്റെ വീട്ടുകാർക്ക് ഞാൻ അത്ര കാശ് കൊടുത്തു അറിയാമോ നിനക്ക്? എന്നാ അവിടുത്തെ ഒരു ക്യാമറ ഞാൻ കൊണ്ടുപോകും. ആഹാ, താൻ കൊണ്ടുപോകും അല്ലേ? കൊണ്ടുപോകുന്നല്ല, കൊണ്ടുപോയി. ഞാൻ കേസ് കൊടുക്കും. താൻ കേസ് കൊടുക്കും. താൻ ആ ക്യാമറ ആരെ പറ്റിച്ചാണെന്ന് എനിക്കറിയാം. കേസ് കൊടുത്താൽ ആദ്യം താൻ കൊടുക്കും.